ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വാദോടു കൂടിയുള്ള ഒരു പുളിശ്ശേരിയാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ആദ്യം മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ മൺചട്ടി എടുത്തിട്ടുള്ള മൺചട്ടിയിലേക്ക് വെള്ളരിക്ക അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, ഉലുവ, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ തൈരും കൂടെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തൈര് ചേർത്തുകൊണ്ട് അധികം നേരം വെച്ചാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തു. തൈര് ചേർത്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് തൈര് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിയായി. നമുക്കിനി അടുത്ത് താളിക്കാനുണ്ട്. താളിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇനി അടുത്തതായിട്ട് കുറച്ച് സവാള കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.